സംസ്ഥാനത്ത് നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കോഴിക്കോട് ഒഞ്ചിയം പഞ്ചായത്ത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് പഞ്ചായത്ത് ഭരണം ആർക്കെന്ന് തീരുമാനിക്കുക. UDF പിന്തുണയോടെ RMPയാണ് നിലവിൽ ഒഞ്ചിയം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒഞ്ചിയം പഞ്ചായത്തിൽ തീപാറുന്ന പോരാട്ടമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 17 വാർഡുകളുള്ള ഒഞ്ചിയം പഞ്ചായത്തിൽ RMPക്ക് 6 അംഗങ്ങളാണുള്ളത്. UDFന്റെ 3 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് RMP പഞ്ചായത്ത് ഭരണം നടത്തുന്നത്. LDFന് 8 പേരുടെ പിന്തുണയുമുണ്ട്. RMPയുടെ അംഗം AG ഗോപിനാഥിന്റെ മരണത്തോടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. P ശ്രീജിത്താണ് ഒഞ്ചിയം 5-ാം വാർഡിലെ RMP സ്ഥാനാർത്ഥി. UDF വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. RMPക്കാണ് പിന്തുണ. ഈ തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഗോപിനാഥ് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടോടുകൂടി നമുക്ക് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ തെരഞ്ഞെടുപ്പിലില്ല. സംസ്ഥാന ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കൂടിയുള്ള വിധിയെഴുത്തായിരിക്കും. രാജാറാം തൈപ്പള്ളിയാണ് CPIMന്റെ സ്ഥാനാർത്ഥി. പതിറ്റാണ്ടുകളോളം തങ്ങളുടെ കോട്ടയായിരുന്ന പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ സംസ്ഥാന നേതാക്കളെ തന്നെ CPM പ്രചാരണത്തിനായി രംഗത്തിറക്കിയിരുന്നു. ഈ നേരത്തെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ പല സഖാക്കളും പ്രവർത്തകരും പതിയെ പതിയെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ മാറ്റം പ്രകടമാകും എന്ന് തന്നെയാണ് CPIM കരുതുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RMPക്ക് ഈ വാർഡിൽ 500 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് RMP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മീഡിയ 1 കോഴിക്കോട്.